ഹലോ, വെൽക്കം ടു ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരു കല്യാണം കൂടാൻ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ ഷെയർ ആക്കുന്നത്. അതായത് എൻ്റെ നാത്തൂൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ്, ഈവനിങ് റിസപ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാരും ഉണ്ട്, ഞങ്ങളും അങ്ങനെ എല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ട് മുതൽ കാണാൻ ശ്രമിക്കുക. മാത്രമല്ല വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീട്ടുകാരാണ് കേട്ടോ ഈ ഒരു ഓട്ടോയിലുള്ളത്. ലച്ചുവിനെ കണ്ടിട്ട് ടാറ്റൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെമ്മാടുന്ന് ആലിഞ്ചോടുക്കുള്ള ആ ഒരു റൂട്ടിനാണ് കേട്ടോ പോകുന്നത്. റിസപ്ഷൻ വെച്ചിട്ടുള്ളത് കളത്തിങ്ങൽപ്പാറ ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ അതാ ഞങ്ങൾ വെഞ്ചാലിപ്പാടത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിൽ കൂടെ യാത്ര ചെയ്യാൻ നല്ല വൈബാണ് കേട്ടോ. കാരണം ഈ ഒരു സമയത്ത് ഇവിടെ മീൻപിടുത്തക്കാരും അതുപോലെ തന്നെ കാറ്റ് കൊള്ളാൻ വന്നവരും ചായ അടിക്കാൻ വന്നവരൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. ആദ്യമൊന്നും ഈ ഭാഗം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരുപാട് ടീ സ്റ്റാളുകളും സ്നാക്കിൻ്റെ സ്റ്റാളുകളൊക്കെ തുറന്നുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പ്രത്യേക രസമാണ് അതൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതാ ഞങ്ങൾ ഏകദേശം ചെമ്മാട് എത്താനായിട്ടുണ്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ബൈക്കിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തി. എൻ്റെ വീട്ടുകാർ ബാക്കിൽ ഓട്ടോയിലുണ്ടല്ലോ, അവരെത്തിയിട്ടില്ല. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് സമയം വെയിറ്റ് ആക്കിയിട്ട് അവരെ കാണാതായപ്പോൾ വിളിച്ച് നോക്കിയപ്പോൾ അവർ റൂട്ട് മാറിപ്പോയെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ പിന്നെ അവരെ ഞങ്ങൾ വെയിറ്റ് ആക്കി നിൽക്കുകയായിരുന്നു. അതിനിടക്കാണ് ചെക്കൻ്റെയും പെണ്ണിൻ്റെയൊക്കെ എൻട്രി വരുന്നത്. ഈ ഒരു സമയത്ത് ചെക്കന്മാർ അവിടെ പടക്കവും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നേരം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ലച്ചു പേടിച്ചിട്ടുണ്ടായിരുന്നേ. ഈ ഒരു പടക്കത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ തന്നെ അവളെ കരച്ചിലായപ്പോൾ പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറി. പിന്നെ അവരെ വെയിറ്റ് ചെയ്ത് നിന്നില്ല. ഞങ്ങൾ കയറിയതിൻ്റെ ശേഷം കേട്ടോ അവരെത്തിയത്. പിന്നെ ഇവിടുത്തെ ബ്രൈഡ് പാട്ടുകാരിയാണ്. അപ്പോൾ അവൾ തന്നെ പാടിയിട്ടാണ് കേട്ടോ സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുന്നത്. പിന്നെ ഇവളെ അറിയുന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരുപാട് ആൽബത്തിലും കാര്യങ്ങളിലൊക്കെ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ ഈ നടക്കുന്ന സ്ഥലത്തിൽ നിന്ന് ഒന്ന് മാറി കൊടുക്കണം കേട്ടോ. ഈ നിൽക്കുന്ന ആളുകളെല്ലാം, ഈ നമ്മുടെ നടക്കുന്ന ഇടവയിലുള്ള ആളുകളെല്ലാം ചെയറുകളിലോട്ട് ചെയറുകളിൽ ഇരിക്കുക. അല്ലാത്തവർക്ക് സൈഡിൽ ഒന്ന് മാറി കൊടുക്കുക കേട്ടോ. ഓക്കെ. നല്ലൊരു കൈയടി നമ്മുടെ
മണവാട്ടിക്കും മണവാളനും കൈ കൊടുത്തേ ഉഷാറട്ടെ. ഈ നിൽക്കുന്ന തത്തമാർക്ക് ഒന്ന് കൈയടിച്ച് ഉഷാറട്ടെ. ഓക്കെ, താങ്ക് യു. അടുത്ത നല്ലൊരു ഗാനത്തിലൂടെ ശ്രദ്ധ നമ്മുടെ പുതു മണവാട്ടിയുടെ എല്ലാ കൂട്ടുകുടുംബങ്ങളും നമ്മുടെ പുതു മണവാട്ടിയുടെ മണവാട്ടിയുടെ പിറകിലായി ഈ ഗാനത്തിൽ അവർക്ക് വേണ്ടി നല്ലൊരു സപ്പോർട്ട് കൊടുത്ത് നമുക്ക് അവരെ സ്റ്റേജിലേക്ക് ആനയിക്കാം. അപ്പോൾ എല്ലാവരും ഓക്കെ അല്ല? റെഡിയല്ല? ഓക്കെ. അപ്പോൾ നല്ലൊരു ഗാനത്തിലൂടെ ശ്രദ്ധ തിരിക്കുകയാണ്. Salam salam min Muhammad salam salam ya Allah ya Allah ya Allah ya Allah ya Allah ya Allah mere dil ka sinjari mubarak salam salam ya Allah ya Allah മനോഹരമായ അടിപൊളി ഷോകളൊക്കെ വീണ്ടും നടക്കുന്നു. ഓക്കെ, നല്ലൊരു കൈ കൊടുത്ത് നമ്മുടെ ശങ്കരമണ ഉഷാറായിട്ട് പോട്ടെ. അങ്ങനത്തെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയൊക്കെ സ്റ്റേജിലേക്കുള്ള എൻട്രിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ലച്ചുവൊക്കെ ഇങ്ങനെ പാട്ട് കേട്ടിട്ട് ആടുതന്നെയാണ് കേട്ടോ. അവൾ പാട്ടിനകത്ത് താളം ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഫുഡ് കഴിക്കുന്ന സമയത്തും.
അതാ ഞങ്ങൾ കല്യാണമൊക്കെ കൂടിയിട്ട് ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ പിന്നെ ഞങ്ങളൊരു ഫാമിലി പിക്കൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും കൂടി സെൽഫി എടുക്കലും ഫോട്ടോസ് എടുക്കലും വീഡിയോസൊക്കെ എടുക്കലൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങനെ നേരെ പോവുകയാണ്. അതിന് പിടിച്ച മെല്ലെ ലച്ചു മെല്ലെ മെല്ലെ വണ്ടി കുട്ടീനെ പിടിക്കേ. അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ വേങ്ങര സഭാ സ്ക്വയറിലേക്കാണ് കേട്ടോ പോകുന്നത്. കാരണം വേങ്ങര ഇക്കൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട്, അവിടേക്ക് ഇക്കൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ സഭാ സ്ക്വയറിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളോടും കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു വ്ളോഗ് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ഒരുപാട് ലോങ് ആയി പോകും. ഇതന്നെ അത്യാവശ്യം ലോങ് ആണ് വീഡിയോ. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ കാണും. അപ്പോൾ അത് അടുത്ത പാട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.